ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പം നമ്മളുടെ ഡേ 3 Airbnb ചെക്കൗട്ട് ചെയ്തു. ഇറ്റ്സ് എ റിയലി സണ്ണി മോർണിംഗ്. ഓൾറെഡി സ്നോ ഒക്കെ കുറേ മെൽറ്റ് ആവാൻ തുടങ്ങി, ബട്ട് ഇവിടെ എന്നാലും കുഴപ്പമുണ്ട്. അപ്പോൾ Airbnb അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. കീ വെക്കേണ്ടടുത്ത് വെച്ചു, എല്ലാം പാക്ക് ചെയ്തു. നമ്മൾ തിരിച്ച് ജർമ്മനിലേക്ക് പോവാണ്. ഇതാണ് Airbnb. ആക്ച്വലി ഇവരുടെ വീട് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊരു വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു വാക്കിന് പോയതിന് ശേഷം തിരിച്ച് ജർമ്മനിലോട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തുടങ്ങാം. യെസ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കായി. ഇന്ന് ഇവിടുത്തേതും താഴത്തേതും നല്ലപോലെ അലത്തില്ലേ, പക്ഷെ സൺ ഇന്നലത്തെ പോലെ തന്നെ ഉദിച്ച് നിൽപ്പുണ്ട്. ഞങ്ങളിതാ ഈ കാണുന്ന സൈഡിലേക്ക് ഒരു ഇച്ചിരി വാക്കിന് പോയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ മനസ്സിലായി ഓൾമോസ്റ്റ് സെയിം വ്യൂ തന്നെ ആയിരിക്കും ഉള്ളത്, അല്ലാണ്ട് കാര്യമായിട്ടൊന്നും കാണാനില്ലെന്ന്. അതുകൊണ്ട് എന്തായാലും അവിടെ ടൈം ഒത്തിരി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ജർമ്മനിയിലോട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാനുള്ള മെയിൻ റീസൺ, അതായത് ഓസ്ട്രിയയിൽ ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലെഡ്ജിങ് ആയിരുന്നു. അപ്പോൾ സ്ലെഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1-2 സ്ഥലങ്ങൾ പിന്നെയും നോക്കിയപ്പോൾ എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്, ആവശ്യത്തിനുള്ള സ്നോയ്ക്ക് തിക്നെസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട്. ഇന്നലെയും അത് തന്നെയായിരുന്നല്ലോ റീസൺ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. ഓസ്ട്രിയയിൽ ആക്ച്വലി ഫ്യൂവൽ കോസ്റ്റ് കുറവാട്ടോ, അതുകൊണ്ട് വണ്ടിയിൽ മൊത്തം ഫുൾ ടാങ്ക് എണ്ണ അടിച്ചായിരുന്നു. ഇത് നല്ല ഭംഗിയില്ലേ. റോഡിന് റൈറ്റ് സൈഡിൽ ആക്ച്വലി സ്നോയും ഫ്രോസ്റ്റും ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ സൺലൈറ്റ് വരുന്നതുകൊണ്ട് സ്നോ ഒട്ടും തന്നെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കമൻറ്റ് അടിക്കുകയായിരുന്നു, റൈറ്റ് സൈഡ് വിൻ്ററും ലെഫ്റ്റ് സൈഡ് സമ്മറും ആയിട്ടുള്ള റോഡാണെന്ന് പറഞ്ഞിട്ട്. ബട്ട് തണുപ്പ് എല്ലായിടത്തും ഒരുപോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ, കാണാൻ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹലോ, അപ്പോൾ നമ്മൾ ജർമ്മനി ബോർഡർ കഴിഞ്ഞ് ജർമ്മനിയിലെത്തി. പുറകെ കാണുന്ന ലേക്കാണ് ക്യോണിക്സേ. എല്ലാവർക്കും ജർമ്മനിലുള്ള എല്ലാവർക്കും അറിയാവുന്ന, മ്യൂണിക്കിലുള്ള അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ലേക്കാണ്. ഞാനിവിടെ കുറേ തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര സ്നോ ഉള്ള സമയത്ത് ആദ്യമായിട്ട് വരുന്നത്. ഇതിന് മുന്നേ ഒരു ജനുവരി 1 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും സ്നോ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അത് അവർ 3 പേരും അവിടെ എന്തൊക്കെയോ നോക്കി നിൽപ്പുണ്ട്. ഈ ലേക്കിൽ നിന്ന് നമ്മൾ ബോട്ട് എടുത്ത് പുറകോട്ട് പോകണം. ചെറിയ ലേക്ക്, ഭയങ്കര വലിപ്പമുള്ള ലേക്കല്ല. ലേക്കിൽ ബോട്ട് എടുത്ത് പുറകോട്ട് പോയിട്ട് 2 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അവിടെ ഒരു ചേർച്ച് ഉണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ ചേർച്ചിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ ഫ്രഷ് മിൽക്കൊക്കെ കിട്ടും. കുറേ കൗസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഫ്രഷ് മിൽക്കും ചീസും അങ്ങനത്തെ ഒക്കെ ഒരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ളത് ഇതാണ് കേട്ടോ ക്യോണിക്സിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ ആൾക്കാർക്ക് കയറാനുള്ള എൻട്രിയിൽ തന്നെ ആക്ച്വലി എല്ലാവരും കോയിൻസ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിലേക്ക്. എപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. പണ്ടുള്ളതിനേക്കാൾ ഇപ്പോൾ കോയിൻസ് കുറവാണ്. എനിക്കൊന്ന് ആരോ എടുത്തിട്ട് പോയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബോട്ട് കയറി പോയില്ല കേട്ടോ, കാരണം ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മാത്രമേ ബോട്ട് പോകുന്നുള്ളൂ വെതർ കണ്ടീഷൻ കാരണം. അപ്പം കാലാവസ്ഥ മോശമായതുകൊണ്ട് സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നില്ല. സോ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിവിടെ പശുവിൻ്റെ കഴുത്തിൽ തൂക്കിയിടുന്ന മണിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ കുറേ വുഡിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കാര്യമായിട്ട് നമ്മൾ ബോട്ടിന് പോകുന്നില്ലാത്തത് കൊണ്ടും വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും കുറച്ച് ഷോപ്സിലൊക്കെ കയറി അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനും TJ പൊതുവെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ട് ചെയ്യുന്ന ടൈപ്പാണ്, പക്ഷെ നമ്മൾക്ക് ക്യോണിക്സിൽ നിന്ന് വാങ്ങിയില്ല. ബിക്കോസ് ഇവിടെ എന്തായാലും ഇനിയും കുറേ തവണ വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ ചുമ്മാ സിറ്റി കൂടെ നടന്നു വന്നപ്പോൾ സോൾട്ട് ക്രിസ്റ്റൽ ലാംസ് ആണ്. ഇതൊക്കെ റിയൽ സോൾട്ട് കഴിക്കുന്നു. സോൾട്ട് അല്ല എന്നാലും, ഓർ മേ ബി നോ, ഐ തിങ്ക് ഐ എം റോങ്. ഇത് മാത്രമാണ്, ലാമ്പ് മാത്രമാണ് സോൾട്ട്, ബാക്കിയൊക്കെ നോർമൽ ക്രിസ്റ്റൽ. കണ്ടോ, റോസ് ആൻഡ് ക്വാർട്സ്. ഞാൻ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ നാട്ടിൽ ജിയോളജിയിലൊരു ഇതിൽ പഠിച്ചിട്ടുണ്ട് റോസ് ക്വാർട്സിനെ പറ്റി. നല്ല ഭംഗിയില്ലേ. ഇതാണ് കേട്ടോ സോൾട്ട് ലാമ്പ്, റിയൽ സോൾട്ടാണ് ഉള്ളിലുള്ളത്. ആ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ നോട്ടീസ് ചെയ്തത് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോഗ്രാഫി അലോഡ് അല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത സ്ഥിതിക്ക് ഞാനത് വീഡിയോയിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, ബട്ട് ശരിയല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ക്രിസ്റ്റൽസും അതും ഇതും വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഷോപ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങിയില്ല.
കാര്യമായിട്ട് വിശക്കുന്നൊന്നും ഇല്ലായിരുന്നെങ്കിലും ക്രേപ്സ് കാണുമ്പോൾ എങ്ങനെ കഴിക്കാണ്ട് പോകുന്നത്. ഇത് ആണ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ക്രേപ്സ് കേക്ക് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഒറിജിനൽ, അത് ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നല്ലോ, അതിൻ്റെ ഒറിജിനൽ സംഭവമാണ് കേട്ടോ ഇത്. ബനാന ന്യൂട്ടെല്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളിത് വാങ്ങി കഴിച്ചു. പിന്നെ ചേട്ടായും മുന്നിയും കുറച്ച് മുന്നിൽ നടന്നു പോയി. ഞാനും DJയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ മെല്ലെ പുറകെ പോയി. എനിക്ക് ബോട്ടിൽ കയറി അവിടുത്തെ വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട് കേട്ടോ. നെക്സ്റ്റ് ടൈം ചെയ്യാം. ആണോ? അതെ അതെ, ആക്ച്വലി ഇവിടെ കണ്ടോ നല്ല സ്നോ, ലൈക്ക് പ്രോപ്പർ വിൻ്റർ. ആൻഡ് ദിസ് സൈഡ് സണ്ണി, സ്നോ ഒക്കെ മെൽറ്റായി പോകാൻ തുടങ്ങി. DJ, നമുക്കൊരു അപ്ഡേറ്റ് പറയണം. എൻ്റെ ലുക്ക് അങ്ങ് ഇഗ്നോർ ചെയ്യൂ, ബിക്കോസ് എനിക്ക് തണുത്തിട്ടും മെല്ലെ ചെവിയൊക്കെ, ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ തൊപ്പി വെച്ചു, പക്ഷേ ഈ തൊപ്പി അത്ര പ്രൊട്ടക്ഷൻ ഇല്ല, അതുകൊണ്ട് എനിക്ക് ചെവി നല്ലപോലെ തണുക്കുന്നുണ്ട്. ഈ ഷോൾ എനിക്ക് DJ ഗിഫ്റ്റ് തന്നു. ഓക്കെ, സോ നമ്മൾ ബോട്ടിൽ പോയില്ല, ബിക്കോസ് ഞങ്ങൾക്ക് പോകാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലം ക്ലോസ്ഡ് ആണ്. യെസ് ഓബർസി എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. കാരണം കഴിഞ്ഞ സമ്മറിൽ അവിടെ പോയപ്പോൾ അത് വിൻ്ററിൽ ക്ലോസ്ഡ് ആയിരിക്കും എന്നവർ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. സോ ബേസിക്കലി നമ്മളവിടെ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്യോണിക്സ് ഏരിയ മൊത്തം ഒന്ന് നടന്നു കണ്ടു. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പോകാമായിരുന്നു, പക്ഷെ ചേട്ടായിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഉണ്ണിക്ക് പോയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ DJക്ക് ചെറുതായിട്ട് കാല് വേദനിക്കുന്നുണ്ട്, മുട്ടിന് എന്തോ ചെറുതായിട്ട് നടന്നപ്പോൾ പെട്ടെന്ന് എന്തൊരു പെയിൻ വന്നു. അതുകൊണ്ട് നമ്മൾ അത്രയും ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ക്രേപ്സ് കഴിച്ച് വീഡിയോ കണ്ടല്ലോ. അപ്പം നമ്മൾ പാർക്കിങ്ങിലോട്ട് പോകാൻ നല്ല ചാണകത്തിന് മണം, കുതിര ചാണകത്തിന് മണമുണ്ട്. ഇവിടെ ഫുൾ കുതിരയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പോകുന്ന കേട്ടോ ബോട്ട്. ആക്ച്വലി അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ബോട്ട് നിറച്ചും ആൾ പോകുന്നുണ്ടായിരുന്നു, ടിക്കറ്റിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ആക്ച്വലി സൺലൈറ്റ് പോയി, നമ്മൾ അവിടെ പോയിട്ടും വലിയ കാര്യമില്ല. ഇതാണ് വിൻ്ററിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. ഒന്നാമത് സണ്ണുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. എനിക്ക് സൺ വന്നാൽ തന്നെ ചിലപ്പം ലൈറ്റ് വേഗം പോകും. ലൈറ്റ് വേഗം പോയാൽ ഭയങ്കര കുത്തുന്ന തണുപ്പാണ്, ഇപ്പം സഹിക്കാൻ പറ്റുന്നില്ല. ഇതാട്ടോ ഞാൻ പറഞ്ഞ കുതിര വണ്ടിയുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു കുതിര വണ്ടിക്ക് വേണ്ടിയുള്ള കുതിരകളാണ്, പക്ഷേ വിൻ്ററിൽ അവരങ്ങനെ കുതിര വണ്ടി പോലെ പോകുന്നില്ല. സോ അവർ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുക. 3 ആളുണ്ട്, നേരത്തെ ഇതിൽ കൂടെ കുറേ എണ്ണം ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിലോട്ട് പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് മ്യൂണിക്കിലേക്ക് പോകാം എന്നുള്ള പ്ലാനിലാണ്. കാരണം ഇനി ഇവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല, ഈ ഒരു തണുപ്പത്ത് വെറുതെ തണുപ്പടിച്ച് നിൽക്കാം എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ കുറേ വ്യൂ കണ്ടതാണല്ലോ. അതുപോലെ ഈ മലയുടെ മുകളിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. സോ യെസ്, നമ്മൾ ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇങ്ങനത്തെ എല്ലാ മൗണ്ടൻസിൻ്റെയും അടുത്ത് ആക്ച്വലി ആൾക്കാർ പാരഗ്ലൈഡിങ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലായിടത്തും കണ്ടായിരുന്നു ഞാൻ, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതാ കുതിരവണ്ടി പോകുന്നു. ആക്ച്വലി വിൻ്ററിൽ ഇല്ല എന്നുള്ളതിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഈ ഗൂഗിൾ മാപ്സിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഓസ്ട്രിയ ജർമ്മൻ ബോർഡറിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്ന മരങ്ങൾ മൊത്തം ഓസ്ട്രിയയിലാണ്, ഈ റോഡ് ജർമ്മനിയിലും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഏകദേശം ഈ ഒരു ഏരിയ തൊട്ട് ഓസ്ട്രിയ നമ്മുടെ പുറയിലേക്കായി. അത്യാവശ്യം ഫോഗി വെതർ ആയിരുന്നു ജർമ്മനി കയറിയപ്പോൾ തൊട്ട്. നമ്മൾ മഗ്ഡിയിൽ സ്റ്റോപ്പ് ചെയ്തു ലഞ്ച് കഴിക്കാൻ വേണ്ടി. അവർക്ക് എന്തോ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നേ, ഇങ്ങനെ എന്തായാലും നമുക്കൊരു കോഫിയും ഒരു ഫ്രഞ്ച് ഫ്രൈസും ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്തു. അങ്ങോട്ട് പോയപ്പോഴത്തെ പോലതിനേക്കാളും വളരെ കൂടുതൽ ഫോഗ് ഉണ്ടായിരുന്നു, പക്ഷേ രസം ഉണ്ടായിരുന്നു. ഓൾസോ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ആരാണോ ഡ്രൈവ് ചെയ്യുന്നത് ഡ്രൈവറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1.5-2 മണിക്കൂർ ഉണ്ടായിരുന്നു ഇനി നമ്മുടെ വീട്ടിലേക്ക്. ഈ ശ്രദ്ധ ഏകദേശം 4:45 വൈകുന്നേരം 4:45 എടുക്കുന്ന വീഡിയോ ആട്ടോ. കണ്ടോ, ഓൾമോസ്റ്റ് സൺസെറ്റായി, സൺലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര തിക്ക് ഫോഗായിരുന്നു. ഇങ്ങനെ ഫോഗിൽ ഡ്രൈവ് ചെയ്യാൻ രസമാണെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിസിബിലിറ്റി ഇല്ലാത്ത പോലെ തോന്നും, അപ്പോൾ പേടിയാകും.
ഇത് ഏകദേശം മ്യൂണിക്ക് എത്തിയേ. ഈ കാണുന്നത് എന്താണെന്നറിയോ? റിയൽ സ്ട്രേഞ്ചർ തിങ്സ് നമ്മുടെ മ്യൂണിക്ക് വന്നു. അതാണ് സംഭവം. വെക്നെ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇതാണ് അലയൻസ് അറീനയുടെ സ്റ്റേഡിയം. ഫുട്ബോൾ ഫാൻസിനൊക്കെ അറിയാമായിരിക്കും. FC ബയേൺ എന്ന് പറയുന്ന ഫുട്ബോൾ ടീം ഓൺ ചെയ്യുന്ന ഫുട്ബോൾ സ്റ്റേഡിയമാണ് കേട്ടോ ഇത്. മ്യൂണിക്ക് വരുന്നത് ബയേൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഈ ഒരു സ്പോട്ട് ആക്ച്വലി ടൂറിസ്റ്റ്സിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്. അവർ ഈ സ്റ്റേഡിയം ഇങ്ങനെ ലിറ്റപ്പ് ആയിട്ടുള്ളത് കാണാൻ വേണ്ടി വരാറുണ്ട്. പിന്നെ അധികം താമസിക്കാൻ നമ്മൾ വീട്ടിലെത്തി. ഇത് ഒത്തിരി ദൂരമില്ല വീട്ടിൽ നിന്ന്. അപ്പം നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് സേഫായിട്ട് വീട്ടിൽ തിരിച്ചെത്തി. എത്ര മണി? 6 മണിയായി. ഇനി ചായയൊക്കെ കുടിച്ച് ഉണ്ണിയുടെ വക സ്പെഷ്യൽ ഡിന്നറൊക്കെ ഉണ്ട്. അങ്ങനെ അടിപൊളി ട്രിപ്പായിരുന്നു. എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട്? എന്തെങ്കിലും നോക്കുന്ന ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പറ. പെട്ടെന്ന് മനസ്സിലായിരുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം. ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഏറ്റവും ഫേവറേറ്റ്. DJ ഇങ്ങനെ എപ്പോഴും തമാശ കളിക്കാറുണ്ട്. ഒരു 2-3 ടേക്ക് പോയതിന് ശേഷമാണ് അവൻ ആക്ച്വലി കാര്യം സീരിയസ് ആയിട്ട് എടുത്തത്. വൈകുന്നേരം ആൽസീൻ്റെ അടുത്ത് നടക്കാൻ പോയത്. ഓക്കെ, എല്ലാവരും കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വരാം. ചേട്ടനുള്ള ക്വസ്റ്റ്യൻ. ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ബെസ്റ്റ് തിങ്. ഹൈക്കിംഗ് ആണ് ഇഷ്ടപ്പെട്ടത്. നല്ലതായിരുന്നു. പക്ഷെ ഹൈക്ക് ചെയ്തിട്ട് എൻ്റെ കൈയും കാലും വയ്യാണ്ടായെന്ന് മാത്രം. ഇവർക്കൊക്കെ ഭയങ്കര മസിൽസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ആർക്കും കുഴപ്പമില്ല. ഉണ്ണിയോട് ചോദിക്കാം. ക്വസ്റ്റ്യൻ. ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം? എനിക്ക് ഓൾ ടോട്ടൽ ഇഷ്ടപ്പെട്ടു. സൺസെറ്റ് ആയിരിക്കും മേ ബി എൻ്റെ ഫേവറേറ്റ് സൈറ്റ്. എനിക്കും അത് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. ആ സ്വാൻ ഇങ്ങനെ നീന്തി വരുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ട്രാവലും ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വലിയ മീൻ വണ്ടിയിലത്തെ ട്രാവലും ഗാനമേളയും. ഓ, അതും അടിപൊളിയായിരുന്നു. റമ്മി കളിക്കാൻ പഠിച്ചു അല്ലേ? ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ഉള്ള ട്രിപ്പായിരുന്നു. അപ്പം ഉണ്ണിയുടെ വകയിൽ നിന്നിട്ടുണ്ട്. പറഞ്ഞു ഉണ്ണിക്ക് പ്രേമക്കുരു വന്നു. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ട്രിപ്പിൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ഈ നന്ദി പറയലിന് ശേഷം നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഇടാം. നമ്മുടെ നല്ല കുറച്ച് ക്ലിക്സ് ഇടാം. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ. ബൂം. ഉണ്ണി എന്തൊക്കെ പൗഡർ ഇട്ടു? മുളക് പൊടി ഇട്ടോ? മസാല? അപ്പോൾ നമുക്ക് ഉണ്ണിയുടെ ഫോട്ടോ തൊട്ട് തുടങ്ങാം. ഉണ്ണിയാക്കിയ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ നമ്മളന്ന് പിന്നെയും റമ്മി കളിച്ച് കിടന്നുറങ്ങി. എല്ലാവരും റെസ്റ്റ് എടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ണി മ്യൂണിക്കിൽ നിന്നും തിരിച്ച് അവൻ്റെ സ്ഥലത്തോട്ട് പോവാണ്. അവനും ജർമ്മനി തന്നെ നോയ്ഷ്ടാട്ട് എന്ന് പറയുന്നൊരു സ്ഥലത്താട്ടോ ഉള്ളത്. അപ്പം എല്ലാവരും ഉള്ള പല ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചത്രയും വിഷ്വൽസ് നിങ്ങളെ കാണിക്കാൻ ആക്ച്വലി എനിക്ക് പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ബട്ട് അത്യാവശ്യം നല്ല വെതറുള്ളൊരു ദിവസം ഞാനും DJയും കൂടെ പോയിട്ട് ആ ഏരിയ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ കൂടെ അറിയിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.